Good morning, viewers. Today we will continue with our explanation. As I had told in my previous video, I will be giving the Malayalam explanation of those portions which I explained in English. Okay, in my previous video. So we'll start. But in the hearts of all who lived in that solitary house in the middle of the valley, there was a single hope, help from God. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് എന്താണ് കാണുന്നത്? അപ്പം ആ ലഞ്ചോയുടെ ഭാഗത്തിൽ താമസിക്കുന്ന ആ സോൾട്ടറി വിജനമായ ആ സ്ഥലത്തെ ഏക വീടാണ് ലഞ്ചോട് അല്ലേ. ആ സോൾട്ടറി ഏരിയയിലെ വിജനമായ സ്ഥലത്ത് ഉള്ള ആ ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ, വാലിയുടെ മധ്യത്തിലായിട്ടാണ് ആ വീട്. അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് എന്തായിരുന്നു? അവർക്കൊക്കെ എങ്ങനെയുള്ള വ്യക്തികളായിരുന്നു? ഡീപ്പ് ഫെയ്ത്ത് ഉള്ള വ്യക്തികളായിരുന്നു അല്ലെ, നല്ല വിശ്വാസമുള്ള വ്യക്തികളായിരുന്നു. ദർ വാസ് എ സിംഗിൾ ഹോപ്പ്. അവർക്കൊക്കെ ഒരേ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളായിരുന്നു. ആരിലായിരുന്നു പ്രതീക്ഷ? ആരെങ്കിലും സഹായം ചെയ്തു കൊടുക്കുമെന്നായിരുന്നു. ഹെൽപ്പ് ഫ്രം ഗോഡ് അല്ലേ. അവർ കടുത്ത ദൈവവിശ്വാസികളായിരുന്നു. ദേ ഹാഡ് ഡീപ്പ് ഫെയ്ത്ത് ഇൻ ഗോഡ്. അവർക്ക് ദൈവത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ദൈവത്തിൽ ഉറച്ച വിശ്വാസം അങ്ങനെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് അല്ലേ. ഇപ്പം നമ്മൾ തുടക്കത്തിലേ നമ്മൾ ലെറ്റ്സ് ടു ഗോഡ് എന്നാണ് കാണുന്നത്. നമുക്കറിയാം ഫെയ്ത്തിനെ കുറിച്ച് പറയുന്നൊരു വീഡിയോ ആണിത്, ഫെയ്ത്തിനെ കുറിച്ച് പറയുന്നൊരു ലെസൺ ആയതാണ്. ഡോണ്ട് ബി സോ അപ്സെറ്റ് ഈവൻ ദോ ദിസ് സീംസ് ലൈക്ക് എ ടോട്ടൽ ലോസ്. റിമെമ്പർ, നോ വൺ ഡൈസ് ഓഫ് ഹങ്കർ. ദാറ്റ്സ് വാട്ട് ദേ സേ, നോ വൺ ഡൈസ് ഓഫ് ഹങ്കർ. അപ്പോൾ അവരെന്തോ പറയുന്നത്? അവർ പരസ്പരം പറയുവാണ്, നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല ഇവിടെ അല്ലേ. നമ്മളിങ്ങനെ അപ്സെറ്റ് ആവണ്ട, ഡിപ്രസ്ഡ് ആവണ്ട, വി ഷുഡ് ബി പോസിറ്റീവ് എന്ന് അവർ തന്നെ പറയും. എന്തുകൊണ്ടാണ്? എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ലഞ്ചോയ്ക്ക് ആകെപ്പാടെ പ്രശ്നങ്ങൾ അല്ലേ. ആകെപ്പാടുള്ള പ്രതീക്ഷയായിട്ടുള്ള കൃഷി മൊത്തവും നശിച്ചു. ഇനി മുന്നോട്ട് പോകാനുള്ള കാശൊന്നും ലഞ്ചോയുടെ കയ്യിലില്ല. ലഞ്ചോ ആണ് ഫാമിലിയിലെ മെയിൻ ആൾ. അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് വേണ്ടി മണിയൊന്നും കയ്യിലില്ല. അപ്പോൾ മണി കിട്ടാനുള്ള മാർഗവും അദ്ദേഹത്തിൻ്റെ പോയി. അപ്പം നോക്കുമ്പം ടോട്ടൽ ലോസാണ്. പക്ഷേ റിമെമ്പർ, നോ വൺ ഡൈസ് ഓഫ് ഹങ്കർ. പക്ഷേ അവരുടെ ആൾക്കാരെല്ലാം ഉറച്ച് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് എന്താണ് പറയുന്നത്? ആരും പട്ടിണി കൊണ്ട് അങ്ങനെ മരിച്ചൊന്നും പോകാൻ പോകുന്നില്ല അല്ലേ. ഈ ഒരു നഷ്ടം കൊണ്ട് ഞങ്ങളാരും മരിച്ചു പോകാൻ പോകുന്നില്ല. ദാറ്റ്സ് വാട്ട് ദേ സേ, നോ വൺ ഡൈസ് ഓഫ് ഹങ്കർ. അപ്പം നോക്കിയാൽ ആ ഗൃഹനാഥൻ്റെ വിശ്വാസം ആ വീട്ടിലെ എല്ലാവർക്കും അത് വന്നല്ലേ. നമ്മൾ പാരൻസിന് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് ആ രീതിയിൽ പോകും അല്ലേ. നമ്മൾ പറയും ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയും അല്ലേ. അതുപോലെ കുഞ്ഞിലേ നമുക്ക് കിട്ടുന്ന ശീലങ്ങളാണ് നമ്മൾ വാർദ്ധക്യകാലം വരെ നമ്മളെ പിന്തുടരുന്നത് അല്ലേ. പെട്ടെന്ന് നമുക്കൊരു സമയത്തേക്ക് നല്ല വ്യക്തിയായിട്ട് മാറാനൊന്നും പറ്റുകയില്ല അല്ലേ. ഒരു മനുഷ്യരൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്താമായിരിക്കും. പക്ഷേ ചെറുതിലേ നമുക്ക് കിട്ടുന്ന മൂല്യങ്ങൾ വളരെ മോറൽസ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് മോറൽ സ്റ്റോറീസൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലേ. മോറൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ വാർദ്ധക്യകാലം വരെ അതവരെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഫാമിലി മെമ്പേഴ്സിനെല്ലാം ലഞ്ചോടെ നല്ല സ്വഭാവം, ദൈവത്തിലുള്ള അടിയുറച്ച് വിശ്വാസം ലഭിച്ചിട്ടുണ്ട്. ഓൾ ത്രൂ ദ നൈറ്റ് ലഞ്ചോ തോട്ട് ഒൺലി ഓഫ് ഹിസ് വൺ ഹോപ്പ്, ദ ഹെൽപ്പ് ഓഫ് ഗോഡ്. കണ്ടോ, ആ രാത്രി മുഴുവനും ലഞ്ചോയ്ക്ക് വലിയ ദുഃഖമൊന്നും വന്നില്ല അല്ലേ. ലഞ്ചോയ്ക്ക് അറിയാൻ തന്നെ സഹായിക്കാൻ ഒരാളുണ്ട് അല്ലേ, സർവശക്തനായ ദൈവമുണ്ട് അല്ലേ. അപ്പോൾ ആ ലഞ്ചോയുടെ വിശ്വാസം മൊത്തം അദ്ദേഹം ആരില്ല സമർപ്പിച്ചിരുന്നത്? ലഞ്ചോ തോട്ട് ഒൺലി ഓഫ് ഹിസ് വൺ ഹോപ്പ്, ദ ഹെൽപ്പ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സഹായം അല്ലേ. ഹൂസ് ഐസ് ആസ് ഹി ഹാഡ് ബീൻ ഇൻസ്ട്രക്റ്റഡ് സീ എവറിത്തിങ്, ഈവൻ വാട്ട് ഈസ് ഡീപ്പ് ഇൻ വൺസ് കോൺഷ്യൻസ്. അപ്പോൾ ആ ദൈവം എങ്ങനെയുള്ള വ്യക്തിയാണെന്നാണ് ലഞ്ചോയ്ക്ക് ചെറുപ്പത്തിലെ തൊട്ട് ലഞ്ചോയുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. ഹി വാസ് ഇൻസ്ട്രക്റ്റഡ് ദാറ്റ് ഗോഡ് വിൽ ബി ലൈക്ക് ദിസ് അല്ലേ. ദൈവം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ചെറുപ്പത്തിൽ തൊട്ടേ അദ്ദേഹത്തെ പറഞ്ഞ് വീട്ടുകാർ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം? ഹൂസ് ഐസ്, ദൈവത്തിൻ്റെ കണ്ണുകൾ എന്തോ കാണുന്നു? സീ എവറിത്തിങ്, എല്ലാ കാര്യങ്ങളും കാണുന്നു അല്ലേ. ഈവൻ വാട്ട് ഈസ് ഡീപ്പ് ഇൻ വൺസ് കോൺഷ്യൻസ്, ഒരാളുടെ അന്തർഭാഗത്ത് മനസ്സിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്താണ് അദ്ദേഹം ചിന്തിക്കുന്നത്, അദ്ദേഹം സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉള്ള കാര്യം, അടുത്ത് പ്രവർത്തിക്കാൻ എന്താണ് പോകുന്നത്, ഈ കാര്യമെല്ലാം ആർക്കറിയാം? ദൈവത്തിനറിയാം അല്ലേ. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റില്ലായിരിക്കും. നമ്മൾ ഒരുപാട് സ്റ്റോറീസൊക്കെ കേൾക്കും, മറ്റുള്ളവരെ ചതിയിൽ വീഴ്ത്തതും ഒക്കെയുള്ള കാര്യങ്ങൾ അല്ലേ. പക്ഷേ ഇതൊക്കെ ആര് കാണുന്നുണ്ട്? ഇരുട്ടത്ത് ആരും കാണാതെ ചെയ്ത ഈ കാര്യങ്ങളൊക്കെ മുകളിലിരുന്ന ഒരാൾ കാണുന്നുണ്ട്, ദൈവം തമ്പുരാൻ കാണുന്നുണ്ട് അല്ലേ. ഹി സീസ് എവറിത്തിങ് വാട്ട് ഇസ് ഡീപ്പ് ഇൻ വൺസ് കോൺഷ്യൻസ്.
ഒരാളുടെ ഹൃദയത്തിനുള്ള എല്ലാ രഹസ്യങ്ങളും ആരറിയുന്നു? മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ദൈവം അറിയുന്നു. Lenjo was an ox of a man, working like an animal in the fields, but still he knew how to write. അപ്പോൾ ലെഞ്ചോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലെഞ്ചോ വാസ് എ വെരി പവർഫുൾ ഹാർഡ് വർക്കിംഗ് മാൻ. ലെഞ്ചോ ഒരു മടിയനല്ല അല്ലേ? ദൈവം എപ്പോഴും ഹാർഡ് വർക്കിംഗ് ആൾക്കാരുടെ കൂടെയാണ് അല്ലേ? വി ഷുഡ് വർക്ക് ഹാർഡ്. മടിയന്മാരോട് ദൈവത്തിന് താല്പര്യമില്ല അല്ലേ? ദൈവം എപ്പോഴും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയാണ് ദൈവം ഇരിക്കുന്നത് അല്ലേ? ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ ഹി വിൽ ബ്ലസ് ദാറ്റ് പേഴ്സൺ അല്ലേ? അങ്ങനെയാണ് ആ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് പ്രോസ്പെറിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ലെഞ്ചോ വാസ് എൻ ഓക്സ് ഓഫ് എ മാൻ. വാട്ട് ഡു യു മീൻ ബൈ ഓക്സ് ഓഫ് എ മാൻ? ഹി വാസ് എ ഹാർഡ് വർക്കിംഗ് മാൻ. ഭയങ്കര പവർഫുൾ ആയിരുന്നു, ഭയങ്കരമായിട്ട് അധ്വാനിയായിരുന്നു, കഠിനാധ്വാനിയായിരുന്നു അല്ലേ? എങ്ങനെയാണ് അധ്വാനിക്കുന്നത്? വർക്കിംഗ് ലൈക്ക് എൻ ആനിമൽ ഇൻ ദ ഫീൽഡ്സ്. ഒരു നമ്മൾ പറയാം മാട് പോലെ പണിയെടുക്കുക എന്നൊക്കെ പറയാം അല്ലേ? ഒരു കാള പോലെ പണിയെടുക്കുക, അത്രയ്ക്ക് കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ മനസ്സുള്ള ആഗ്രഹമുള്ള അദ്ദേഹം അത് പ്രവർത്തിക്കുകയും ചെയ്യും. അത്രയ്ക്ക് ഹാർഡ് വർക്കിങ്ങിന് വില്ലിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു ആര്? നമ്മുടെ മെയിൻ ക്യാരക്ടർ ലെഞ്ചോ. ബട്ട് സ്റ്റിൽ ഹീ ന്യൂ ഹൗ ടു റൈറ്റ്. പക്ഷേ അദ്ദേഹത്തിന് എന്തറിയായിരുന്നു? എഴുതാൻ അറിയാമായിരുന്നു അല്ലേ? നമുക്കറിയാം കർഷകരൊക്കെ ചിലപ്പോൾ വിദ്യാഭ്യാസം അധികം കാണുകയില്ല. അവർ കൃഷി മേഖലയിലോട്ട് ചെറുപ്പത്തിൽ തൊട്ട് പാരൻസിനെ സപ്പോർട്ട് ചെയ്തങ്ങ് തിരിയുമ്പം അവർ വിദ്യാഭ്യാസം എടുക്കാനങ്ങ് മറന്നുപോകും. പക്ഷെ നമ്മുടെ ലെഞ്ചോ അങ്ങനെയല്ല, അദ്ദേഹത്തിന് എഴുതാനൊക്കെ നല്ല വശമാണ് അല്ലേ? ഹി ന്യൂ ഹൗ ടു റൈറ്റ്. ദ ഫോളോയിങ് സൺഡേ അറ്റ് ഡേ ബ്രേക്ക് ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ വിച്ച് ഹി ഹിംസെൽഫ് വുഡ് ക്യാരി ടു ടൗൺ ആൻഡ് പ്ലേസ് ഇൻ ദ മെയിൽ. അപ്പം അദ്ദേഹം എന്തോ ചെയ്യും? അദ്ദേഹം ആ വരുന്ന ഞായറാഴ്ച എന്തോ ചെയ്തു? ഫോളോയിങ് സൺഡേ രാവിലെ പ്രഭാതമായപ്പം അദ്ദേഹം ഒരു എഴുത്തെഴുതി, കത്തെഴുതി. ആർക്കാണ് കത്തെഴുതിയത്? വിച്ച് ഹിംസെൽഫ് വുഡ് ക്യാരി ടു ടൗൺ. ആ കത്തെഴുതി അദ്ദേഹം സ്വയം പോസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകാം ടൗണിലോട്ട്. ആൻഡ് പ്ലേസ് ഇൻ ദ മെയിൽ. ഇറ്റ് വാസ് നത്തിങ് ലെസ് ദാൻ എ ലെറ്റർ ടു ഗോഡ്. അത് മറ്റാർക്കുമല്ലായിരുന്നു, ദൈവത്തിന് തന്നെയുള്ളൊരു കത്തായിരുന്നു അദ്ദേഹം എഴുതി പോസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയത്. ഗോഡ് ഹീ റോട്ട്. ദൈവമേ എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതി, ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ. ഉള്ള കാര്യം ഞാൻ പറയാം ദൈവമേ, താങ്കൾ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ഈ വർഷം പട്ടിണിയായിരിക്കും. മനുഷ്യരോട് സംസാരിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ആരോട് പറയുവാണ്? ദൈവത്തോട് പറയുവാണ് അല്ലേ? നമുക്കങ്ങനെ മനുഷ്യരോട് സംസാരിക്കുന്ന പോലെ നമുക്ക് ദൈവവുമായിട്ട് കോൺവെർസേഷൻ വേണം അല്ലേ? എങ്കിൽ മാത്രമേ നമ്മുടെ ഗോഡുമായിട്ടുള്ള നമ്മുടെ ഇൻറ്റിമസി ഒന്നുകൂടെ സ്ട്രോങ് ആകത്തുള്ളൂ അല്ലേ? അങ്ങനെ ആകുമ്പം വി വിൽ ബി മച്ച് ബെറ്റർ ഇൻ അവർ ലൈഫ് അല്ലേ? നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ഗോഡ് വിൽ ബി ദെയർ ടു ഹെൽപ്പ് അസ്. അപ്പോൾ അതുപോലെ ലെഞ്ചോ എന്താ ചെയ്തത്? ലെഞ്ചോ പറയുവാണ്, താങ്കൾ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഈ വർഷം ഞാനും എൻ്റെ കുടുംബവും പട്ടിണി മരണം പ്രാപിക്കും അല്ലേ? ഞങ്ങൾ ഹംഗ്രി മരിക്കില്ലായിരിക്കാം, എന്നാലും ഞങ്ങൾ പട്ടിണി മരിക്കത്തില്ലെന്ന് പറയുന്നുണ്ട്. കാരണം ദൈവമുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ പട്ടിണി കൊണ്ടൊന്നും മരിക്കത്തില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ മൈ ഫാമിലി ആൻഡ് ഞാനും എൻ്റെ കുടുംബവും ഈ വർഷം പട്ടിണിയായിരിക്കും. ആകെ സഹായിക്കേണ്ട ആൾ താങ്കളാണ് എന്ന് ദൈവത്തിന് കത്തെഴുതുക. എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായമാണ്? ഐ നീഡ് 100 pesos in order to sow my field again and to leave until the crop comes because the hailstorm. ഇപ്പം പറയുവാണ്, ഞാൻ നേരത്തെ പറഞ്ഞു പിസോ എന്ന് പറയുന്ന കറൻസി ഓഫ് സെവർ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് അല്ലേ? ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ഒരു കറൻസിയാണ് ഉപയോഗിക്കുന്ന രൂപ. നമുക്ക് രൂപയ്ക്ക് പകരം അവിടെ ഉപയോഗിക്കുന്ന നാണയമാണ്, അവിടെ ഉപയോഗിക്കുന്നതാണ് ഈ പിസോ എന്ന് പറയുന്നത്. അപ്പം എന്തോ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഒരു 100 പിസോസ് വേണം. എന്തിനാണ്? അദ്ദേഹത്തിന് അത്യാവശ്യം ചുമ്മാ ദൂർത്തടിക്കാനല്ല അല്ലേ? എന്തിനാണ്? ഇൻ ഓർഡർ ടു സോ മൈ ഫീൽഡ്. എൻ്റെ ഫീൽഡിൽ, എൻ്റെ വയലിൽ എനിക്ക് വിതയ്ക്കണം. in order to sow my field again and to leave until the crop comes because the hailstorm. താങ്കൾക്കറിയാമല്ലോ ഹെയിൽ സ്റ്റോം അല്ലേ? ആലിപ്പഴമൊക്കെ പൊഴിഞ്ഞു അല്ലേ? മഞ്ഞുമഴയൊക്കെ വീണ് എൻ്റെ ക്രോപ്പ് മുഴുവൻ നശിച്ചതറിയാമല്ലോ. അപ്പോൾ എനിക്ക് വയലിൽ വിതച്ചിട്ട് എനിക്ക് അടുത്ത കൃഷി ഞാൻ ഇറക്കുന്നിടം വരെ എനിക്ക് എന്ത് ചെയ്യണം? ഇറക്കി അത് എടുക്കുന്നിടം വരെ, അത് അതിൻ്റെ ഹാർവെസ്റ്റിംഗ് എത്തുന്നിടം വരെ എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ജീവിക്കണം. എനിക്ക് ഭക്ഷണം കഴിച്ച് എനിക്കും എൻ്റെ ഫാമിലിക്കും ജീവിക്കണം. സോ ഐ നീഡ് 100 pesos. അതുകൊണ്ട് എനിക്ക് 100 pesos അത്യാവശ്യമായിട്ട് താങ്കൾ തരണം. He wrote,
ടു ഗോഡ് ഓൺ ദ എൻവലപ്പ്. അപ്പോൾ പുറത്ത് വേറെ അഡ്രസ്സൊന്നും എഴുതിയിട്ടില്ല. ടു ഗോഡ് എന്ന് മാത്രം ദൈവമേ, ദൈവത്തിന് എന്ന് മാത്രം അഡ്രസ്സ് എഴുതി. പുട്ട് ദ ലെറ്റർ ഇൻസൈഡ് ആൻഡ് സ്റ്റിൽ ട്രബിൾഡ് വെൻ ടു ടൗൺ. അദ്ദേഹം ലെറ്റർ എൻവലപ്പിലിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ സ്വസ്ഥതയില്ല, കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ആകെ അധോഗതിയാണ് അല്ലേ. ആൻഡ് സ്റ്റിൽ ട്രബിൾഡ് വെൻ ടു ടൗൺ. അദ്ദേഹം ടൗണിൽ പോയി. At the post office, he placed the stamp on the letter and dropped it into the mail box. പോസ്റ്റ് ഓഫീസിലെത്തി അദ്ദേഹം എന്ത് ചെയ്തു? ഒരു സ്റ്റാമ്പ് ആ എൻവലപ്പിൽ ഒട്ടിച്ചു. ഏതോ ഒരു സ്റ്റാമ്പ് ഒട്ടിച്ചു, എത്രയോ രൂപയുടെ ഒരു സ്റ്റാമ്പ് അദ്ദേഹം ഒട്ടിച്ചു. എന്നിട്ട് ആ ലെറ്റർ അദ്ദേഹം മെയിൽ ബോക്സിലിട്ടു, എഴുത്തുപെട്ടിയിലിട്ടു. One of the employees, who was a postman and also helped at the post office, went to his boss laughing heartily and showed him the letter to God. പോസ്റ്റ് ഓഫീസിൽ എന്ത് സംഭവിച്ചു? വൺ ഓഫ് ദ എംപ്ലോയീസ്, പോസ്റ്റ് ഓഫീസിലെ പണിക്കാരിലുള്ള ഒരാൾ അല്ലേ. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ഒരു പോസ്റ്റ്മാൻ ആയിരുന്നു. ആൻഡ് അദ്ദേഹം പോസ്റ്റ് ഓഫീസിൽ കുറച്ച് ചില്ലറ ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയും കൂടെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോസിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്ത് പറഞ്ഞു? വളരെ ഹൃദ്യമായിട്ട് ആ മനുഷ്യൻ ചിരിക്കുന്നുണ്ടായിരുന്നു, എന്തോ നല്ല തമാശ കണ്ട പോലെ. ആ ലെറ്റർ ആൻഡ് ഷോഡ് ഹിം ലെറ്റർ ടു ഗോഡ്. അദ്ദേഹത്തിൻ്റെ ബോസിൻ്റെ അടുത്ത് കൊണ്ടുപോയി തനിക്ക് കിട്ടിയ കത്ത് അദ്ദേഹം കാണിച്ചു. ആരുടെയാണ്? നമ്മൾ ലെഞ്ചോയുടെ ലെറ്ററാണ് അല്ലേ. നെവർ ഇൻ ഹിസ് കരിയർ ആസ് എ പോസ്റ്റ്മാൻ ഹാഡ് ഹി നോൺ ദാറ്റ് അഡ്രസ്. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഔദ്യോഗിക ജീവിതത്തിൽ ഇതുവരെ അദ്ദേഹത്തിന് ഇങ്ങനെയൊരു അഡ്രസ്സ് പിടികിട്ടിയിട്ടില്ല, അറിയത്തില്ല. ഇതുപോലെ ഒരു അഡ്രസ്സ്, ദൈവത്തിൻ്റെ അഡ്രസ്സ് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. The postmaster, a fat, amiable. പോസ്റ്റ് മാസ്റ്റർ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? നല്ല വണ്ണമുള്ള, അമിയബിൾ മീൻസ് ഫ്രണ്ട്ലി ആൻഡ് പ്ലസൻറ്റ്. വളരെ സൗഹൃദപരമായി ഇടപെടുന്ന ഒരു വ്യക്തി, വളരെ പ്രസന്നനാണ് അദ്ദേഹം അല്ലേ. എപ്പോഴും വളരെ പ്ലസൻ്റായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ. അതുകൊണ്ട് ഹി വാസ് എ ഫാറ്റ് അമിയബിൾ ഫെലോ. വളരെ സന്തോഷമുള്ള, നല്ല വണ്ണമുള്ള, നല്ലൊരു സഹകരിക്കാൻ നല്ലൊരു വ്യക്തിയായിരുന്നു പോസ്റ്റ് മാസ്റ്റർ. ഓൾസോ ബ്രോക്ക് ഔട്ട് ലാഫിങ്. അദ്ദേഹം ചിരിക്കാൻ തുടങ്ങി. ബട്ട് ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഹി ടേൺ സീരിയസ് ആൻഡ് ടാപ്പിംഗ് ദ ലെറ്റർ ഓൺ ഹിസ് ഡെസ്ക് കമൻറ്റ്, വാട്ട് ഫെയ്ത്ത്, ഐ വിഷ് ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് ദ മാൻ ഹു റോട്ട് ദിസ് ലെറ്റർ, സ്റ്റാർട്ടിങ് ഇപ്പോൾ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡ്. പെട്ടെന്ന് ഇദ്ദേഹം ഈ പോസ്റ്റ് മാസ്റ്റർ സീരിയസ് ആയി. എന്നിട്ട് അത് എൻ്റെ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ അദ്ദേഹം അങ്ങ് സീരിയസ് ആയി. അദ്ദേഹം എന്തുവാ പറഞ്ഞത്? ഈ ലെറ്റർ വല്ല മേശ തട്ടിക്കൊണ്ട് അദ്ദേഹം പറയുവാണ്, എന്തോ വിശ്വാസമാണ് ഇത് അല്ലേ, ഇതെന്തൊരു വിശ്വാസമാണ്. ഞാനങ്ങ് ആഗ്രഹിക്കുക ഈ മനുഷ്യൻ്റെ കൂട്ടുള്ള വിശ്വാസം കിട്ടിയിരുന്നെങ്കിൽ, ഈ കത്തെഴുതിയ ഈ മനുഷ്യൻ്റെ കൂട്ടുള്ള ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനങ്ങ് ആഗ്രഹിച്ചു പോവാണ്. സ്റ്റാർട്ടിങ് ഇപ്പോൾ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടൊരു കത്തിടപാട് തുടങ്ങുക അല്ലേ. നമുക്ക് വിഷമമൊക്കെ വരുമ്പോൾ ദൈവത്തോട് ഓരോ പരാതിയൊക്കെ പറയാറുണ്ട്. എന്നാലും എൻ്റെ ദൈവമേ, താങ്കൾ എനിക്കിത് തന്നല്ലോ അല്ലേ, ഞാൻ അല്ല പ്രതീക്ഷിച്ചത് അല്ലേ എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറയാറുണ്ട് കേട്ടോ, വിഷമമൊക്കെ വരുമ്പോൾ പറയാറുണ്ട്, എനിക്ക് എന്നാലും ഇത് വന്നല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പിന്നെ പോയി സോറിയൊക്കെ പറഞ്ഞ് സെറ്റിലാകും. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പറയുവാണ് സ്റ്റാർട്ടിങ് ഇപ്പോൾ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡ്. അപ്പോൾ ദൈവവുമായിട്ടൊരു കത്തിടപാട് തുടങ്ങുക നിസ്സാര കാര്യമല്ല. അത്രയ്ക്ക് ദൈവത്തിൻ്റെ പ്രസൻസിൽ വിശ്വാസമുള്ള ഒരാളിനെ അത് സ്റ്റാർട്ട് ചെയ്യാൻ ഒക്കുള്ളൂ അല്ലേ. സോ in order not to shake the writer's faith in God, the postmaster came up with an idea, answer the letter. അപ്പോൾ നമ്മുടെ പോസ്റ്റ് മാസ്റ്ററിന് എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് ഈ മനുഷ്യൻ്റെ വിശ്വാസം അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി അല്ലേ. ഈ മനുഷ്യൻ ഇത്രയും വിശ്വാസിയാണല്ലോ, ഇങ്ങനൊരു വിശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ മനുഷ്യൻ്റെ വിശ്വാസത്തെ ഇല്ലാതാക്കേണ്ട, ഈ മനുഷ്യൻ്റെ വിശ്വാസം ഇല്ലാതാക്കണം. ദൈവത്തിൽ ഇത്രയും വിശ്വസിച്ചൊരു മനുഷ്യനല്ലേ, അയാൾക്കൊരു പോസിറ്റീവ് റിപ്ലൈ നമുക്ക് കൊടുത്തേക്കാം എന്ന് ഈ പോസ്റ്റ് മാസ്റ്ററിന് തോന്നി. ഒരു പക്ഷേ ദൈവം തോന്നിച്ചതായിരിക്കാം അല്ലേ അദ്ദേഹത്തെ. പോസ്റ്റ് മാസ്റ്ററിന് തോന്നി നമുക്ക് ഇയാൾക്ക് മറുപടി കൊടുക്കാം എന്ന് തോന്നി. But when he opened it, it was evident that to answer it he needed something more than goodwill, ink and paper. പക്ഷേങ്കിൽ കത്ത് ഒന്നുകൂടെ അങ്ങോട്ട് തുറന്ന് വായിച്ച് വന്നപ്പോഴാണ്, അങ്ങോട്ട് തുറന്ന് എൻവലപ്പിന് പുറത്ത് ടു ഗോഡ് എന്ന് കണ്ടപ്പോഴേ ഇത്രയും ഈ മനുഷ്യന് ഫെയ്ത്ത് ഉണ്ടോ എന്ന് ഓർത്തു. പക്ഷെ കത്തങ്ങോട്ട് തുറന്ന് വായിച്ച് വന്നപ്പോഴാണ് വെറും ഒരു സഹായിക്കാനുള്ള മനസ്സുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലേ.
എന്തെങ്കിലും കാശ് കൊടുക്കാനുള്ള മനസ്സൂടെ വേണം. കാരണം അതിനകത്ത് ലെഞ്ചോ കാശിനൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് വെറും ഒരു നല്ല മനസ്സും ഒരു ഇങ്കും പേപ്പറും കൊണ്ട് തിരിച്ചൊരു മറുപടി എഴുതിയാൽ മാത്രം പോരാ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആര് ബാധ്യസ്ഥനാണ്? ഗോഡ് ബാധ്യസ്ഥനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വിശ്വാസം, ലെഞ്ചോയുടെ വിശ്വാസം കളയാതിരിക്കാൻ ആ കാര്യം ഇപ്പോൾ ആര് ചെയ്യാൻ തീരുമാനിച്ചു? നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. ബട്ട് ഹി സ്റ്റക്ക് ടു ഹിസ് റെസൊല്യൂഷൻ. ഈ കാശിൻ്റെ റിക്വസ്റ്റൊക്കെ കേട്ടപ്പം അദ്ദേഹം കേട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ ഉറച്ച് തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. വ്യതിചലിക്കാതെ ഫേമായിട്ട് നിന്നു. ഹി ആസ്ക്ഡ് ഫോർ മണി ഫ്രം ഹിസ് എംപ്ലോയീസ്. തൻ്റെ ജോലിക്കാരിൽ നിന്നും അദ്ദേഹം കാശ് ചോദിച്ചു, കാശ് പിരിവിട്ടു. ഹി ഹിംസെൽഫ് ഗേവ് പാർട്ട് ഓഫ് ഹിസ് സാലറി. അദ്ദേഹത്തിൻ്റെ സാലറിയുടെ ഒരു ഭാഗം തന്നെ ഈ ആവശ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു. And several friends of his were obliged to give something for an act of charity. അദ്ദേഹത്തിൻ്റെ പല കൂട്ടുകാരും മുന്നോട്ട് സഹായം അഭ്യർത്ഥനയുമായിട്ട് വന്നു അല്ലേ. അവർക്കൊക്കെ ഈ ഒരു ചാരിറ്റി ചെയ്യുന്നതിന്, ഈ ഒരു മറ്റേ ഈ ബുദ്ധിമുട്ടിലിരിക്കുമ്പോൾ ഈ മനുഷ്യനെ സഹായിക്കുന്നതിന് അവർക്കൊക്കെ താല്പര്യമായിരുന്നു അല്ലേ. അപ്പം നമ്മുടെ പോസ്റ്റ് മാസ്റ്ററിൻ്റെ ഫ്രണ്ട്സിനും താല്പര്യമായിരുന്നു ലെഞ്ചോയെ സഹായിക്കാൻ. It was impossible for him to gather together the 100 pesos. സത്യം പറഞ്ഞാൽ ഒരു 100 pesos 100 pesos ഒന്നിച്ച് സംഘടിപ്പിക്കുക, പിരിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് മാസ്റ്ററിനെ കൊണ്ട് പറ്റാത്ത കാര്യമായിരുന്നു. സോ he was able to send the farmer only a little more than half. അപ്പം ഒരു പകുതിയിൽ കുറച്ചുകൂടെ കൂടുതൽ, ഇപ്പോൾ ഒരു 50 ആണെങ്കിൽ അത് കുറച്ചുകൂടെ കൂടുതൽ മാത്രമേ തൻ്റെ ഈ പോസ്റ്റ് മാസ്റ്ററിന് താൻ കളക്ട് ചെയ്തെത്തിന്ന് ഈ ഫാർമറിന് അയച്ചു കൊടുക്കാൻ പറ്റിയുള്ളൂ. He put the money in an envelope addressed to Lenjo and write it a letter containing only a single word as a signature, God. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? he put the money in an envelope. ഈ കളക്ട് ചെയ്ത മണിയെല്ലാം ഒരു കൂടിലിട്ടിട്ട് അഡ്രസ് ടു ലെഞ്ചോയുടെ അഡ്രസ്സ് എഴുതി അല്ലേ. with it a letter containing only a single word as a signature, God. അതിലുള്ള സിഗ്നേച്ചർ എന്തായാലും ഒപ്പം എന്തായിരുന്നു? ഗോഡ് എന്ന് മാത്രമേ ഉള്ളായിരുന്നു, മറ്റൊരു പേരും അതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. ദൈവം അയച്ചു കൊടുത്ത പോലെ ഇരിക്കട്ടെ എന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ഈ ഭാഗത്തിന് ശേഷം ഒരു 3 questions ഉണ്ട്, ഓറൽ കോംപ്രിഹെൻഷൻ ചെക്ക് ഉണ്ട്, 3 questions ഉണ്ട്. നമുക്കതിപ്പം ബോർഡിൽ എഴുതാം. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ കുറേ കൂടിയുണ്ട്. ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ഇറ്റ് ഹിയർ. ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എങ്കിൽ മാത്രമേ എൻ്റെ പിന്നെ യു പ്രസ് ബെല്ലൈക്കൺ ഓൾസോ. അങ്ങനെ ആകുമ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയെങ്കിൽ മാത്രമേ വീണ്ടും ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു താല്പര്യം വരികയുള്ളൂ. പ്രത്യേകിച്ച് പുതിയ ചാനലായതുകൊണ്ട് ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും. ഓക്കെ.